വാർത്തയിലേക്ക്. രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലെ രാഹുലിന്റെ മുൻകൂർ ജാമ്യം അപേക്ഷയിൽ ഇന്ന് വൈകുന്നേരം തന്നെ വിധിയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ വാദം പുരോഗമിക്കുകയാണ്. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് രണ്ടാമത്തെ അതിജീവിത ഉന്നയിച്ചിരിക്കുന്ന. വിശദാംശങ്ങളുമായി ശ്രീനന്ദ SP ചേരുകയാണ്. ശ്രീനന്ദ, ബാംഗ്ലൂർ സ്വദേശിനിയായ 23-കാരിയുടെ പരാതി, ആ പരാതിയിലാണ്, ആ മൊഴിയിലാണ് ഇപ്പോൾ വിശദമായ വാദം കേൾക്കുന്നത്. അതായത് ഇന്ന് വൈകിട്ടോടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറ്റൊരു കേസിലെ അതീവ നിർണായകമായ ഒരു ദിനമാണല്ലേ? തീർച്ചയായിട്ടും KP, വളരെ കുറുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്. ആദ്യത്തെ അതിജീവിതം നൽകിയ പരാതിയിൽ ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു. ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ അതിജീവിത പരാതി നൽകിയതും അതിലുപരി അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിന് പുറത്തു വെച്ചാണ് SP G. പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്. 23-കാരിയായ യുവതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ ക്രൂരമായി തന്നെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ശ്വാസം മുട്ടലും ദേഹാസ്വാസ്ഥ്യവും ഒക്കെ അനുഭവപ്പെട്ടെങ്കിൽ കൂടി അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് തന്നെ പീഡനത്തിനിരയാക്കിയത് എന്നാണ് പെൺകുട്ടി പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ പീഡിപ്പിച്ചതെന്നുള്ള മൊഴിയൊക്കെ പെൺകുട്ടി ഇതിൽ പറയുന്നുണ്ട്. അതിൽ വളരെ ഒരു വെറി പിടിച്ച മൃഗത്തെ പോലെ അയാൾ ഐ വോണ്ട് ടു റേപ്പ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ സമീപിച്ചത്. അത്രയും നിഷ്ക്രിയമായ രീതിയിലാണ് പെൺകുട്ടിയോട് ഈ രാഹുൽ പെരുമാറിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ കുട്ടി മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മൊഴി തിരുവനന്തപുരം അഡീഷണൽ ജസ്റ്റിസ് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാകും ഇന്ന് ഈ ഒരു കേസിന്റെ ജാമ്യത്തിന്റെ വിധി പറയുക. ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ വാദം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രീനന്ദ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ട കുരുക്കാണ്. ആ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നു, മുറുകിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അതിജീവിത ബാംഗ്ലൂർ സ്വദേശിനിയായ 23-കാരി മൊഴി നൽകുമോ, മൊഴി നൽകാൻ സധൈര്യം രംഗത്ത് വരുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ മൊഴി നൽകിയിരിക്കുന്നു, സധൈര്യം രംഗത്ത് വന്നിരിക്കുന്നു. കൃത്യമായ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നടന്ന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. അതായത് അതിക്രൂരമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ്, ബലാത്സംഗം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ വിവാഹ വാഗ്ദാനം ചെയ്ത ഒരു ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഉള്ള ഒരു പീഡനമാണ് ഉണ്ടായത്. ഇങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ആ ഒരു വ്യക്തി എത്രത്തോളം ക്രിമിനൽ മനസ്സുള്ള വ്യക്തിയാണെന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും മലയാളികൾക്ക് ബോധ്യമാവുകയാണല്ലേ? അതായത് ഈ അടച്ചിട്ട മുറിയിൽ വാദം പുരോഗമിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാൻ തള്ളാൻ തന്നെയാണ് സാധ്യത അല്ലേ? തീർച്ചയായിട്ടും KP, നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം തള്ളാനാണ് സാധ്യത. കാരണം അത്രയും വിലപ്പെട്ട ഒരു മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മൊഴിയിൽ യുവതി പറയുന്ന ഒരു കാര്യമുണ്ട്, തനിക്ക് ഈ മൊഴി നൽകാൻ ഭയമുണ്ട്, രാഹുലിനെ ഭയമാണ് എന്നൊരു കാര്യം ഈ അതിജീവിത ഇടയ്ക്ക് മൊഴിയിൽ പറയുന്നുണ്ട്. അത്രത്തോളം വികാരമായൊരു മൊഴിയാണ് ഈ പെൺകുട്ടി രേഖപ്പെടുത്തിയത്, പോലീസിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ പരാതിയിൽ ജാമ്യം തള്ളാനാണ് കൂടുതൽ സാധ്യത കൂടുതലായുള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഇന്ന് വൈകുന്നേരത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡന കേസിൽ എന്തായിരിക്കും രാഹുലിന്റെ വിധി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജാമ്യ ഹർജിയിലാണിപ്പോൾ അടച്ചിട്ട മുറിയിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനന്ദയാണ് വിശദാംശങ്ങൾ നൽകിയത്.